പണ്ടൊക്കെ രാവിലെ എണീച്ചാൽ ഉമ്മാനോടൊരു ചോദ്യമാണ് ഇന്നെന്താ കഴിക്കാനെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സാമ്പാർ വെച്ചാൽ അന്ന് രാത്രി പിന്നെ എല്ലാവർക്കും ഓരോരോ മെനു ആണ്. ഒരാൾക്ക് ഇഡ്ഡലി, ഒരാൾക്ക് മസാല ദോശ, മറ്റേയാൾ പറയും ഇഡ്ഡലി ആക്കുന്നുണ്ടെങ്കിൽ പിന്നെ ടൊമാറ്റോ ചട്നി മസ്റ്റ്. എൻ്റെ വീട്ടിൽ ഈ മസാല ദോശയും ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കലില്ല. ഇത്താത്തമാരെ കല്യാണം കഴിഞ്ഞ ശേഷം അവർ കിച്ചണിൽ കയറി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മസാല ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് ഞാനും. എനിക്ക് എത്ര ഉണ്ടാക്കിയാലും പെർഫെക്റ്റ് ആകാത്തൊരു കാര്യമാണ് ഈ മാവ്. അതുകൊണ്ട് തന്നെ ഞാൻ മാവ് വാങ്ങലാണ്. ഞാനൊക്കെ ഇഡ്ഡലിയൊക്കെ ഫസ്റ്റായിട്ട് കഴിച്ചത് 8th 10th പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ലഞ്ച് ബോക്സ് ഷെയർ ചെയ്യുമല്ലോ, അന്നേരട്ടാണ് ഞാൻ ഈ ഫസ്റ്റായിട്ട് ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായത്. ഇപ്പോഴാണെങ്കിൽ വീട്ടിൽ വീക്കിലി വൺ ഡേ എന്തായാലും ഇഡ്ഡലി അല്ലെങ്കിൽ മസാല ദോശ മസ്റ്റാണ്. കാരണം ഇത്താത്തൻ്റെ മക്കളായാലും എൻ്റെ മക്കളായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ മസാല ദോശയും ഇഡ്ഡലിയും. നിങ്ങളൊരു പെർഫെക്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ബാറ്ററി എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ടൈം അത് ഞാൻ ഉണ്ടാക്കിയിട്ട് എന്തായാലും പോസ്റ്റ് ചെയ്യാം.